സ്നേഹം, പരിഗണന, ലാളന ഇതൊക്കെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. അതൊക്കെ ആവോളം ലഭിക്കുന്നവർ ഒരുപക്ഷെ അതിൻ്റെ വില മനസ്സിലാക്കുന്നുണ്ടാകില്ല. പക്ഷേ ചെറിയൊരു അവഗണന പോലും അവർക്ക് താങ്ങാൻ കഴിഞ്ഞേക്കില്ല. എന്നാൽ ഇതൊക്കെ അന്യമായവർക്കോ? അവർക്ക് പുതുമയില്ലാത്ത കാര്യം. പക്ഷേ ഓരോ അവഗണനയും ഓരോ സ്നേഹക്കുറവും അവരുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്നു. കാലക്രമേണ അത് സ്വയം വെറുക്കുന്ന തലത്തിലേക്ക് തിരിയും. ആരോടൊക്കെയോ ഉള്ള പകയായി മാറും. ആലപ്പുഴ കരുവാറ്റയിൽ മുത്തശ്ശനെ കൊലപ്പെടുത്താൻ ആസൂത്രണം നടത്തിയ ചെറുമകളെ ചോദ്യം ചെയ്ത പോലീസുകാർ കണ്ടത് അത്തരത്തിൽ ഒരു വ്യക്തിത്വത്തെയാണ്. പോലീസ് സ്റ്റേഷൻ സാക്ഷിയായത് നാടകീയവും വൈകാരികവുമായ രംഗങ്ങൾക്കും. സ്നേഹിക്കാൻ ആരുമില്ലാതായി പോയതുകൊണ്ടാണ് താൻ ഇങ്ങനെയായത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു ആ 13കാരി. ചോദ്യം ചെയ്യലിനെത്തിയ വനിതാ SIയെ ചൂണ്ടിക്കാട്ടി ആ ആന്റിയെപ്പോലൊരു അമ്മ തനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്നു പറഞ്ഞാണ് കൗമാരക്കാരി കരഞ്ഞത്. ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ ഇട്ടിട്ടു പോയി എന്നും അമ്മയുടെ സ്നേഹം തനിക്ക് കിട്ടിയിട്ടില്ല എന്നുമാണ് പെൺകുട്ടി പറഞ്ഞത്. ശിവൻകുട്ടി ചെട്ടിയാരുടെ ഇളയ മകളാണ് 13കാരിയുടെ അമ്മ. പെൺകുട്ടി ജനിച്ചതിന് പിന്നാലെ തന്നെ അമ്മ വിവാഹബന്ധം വേർപെടുത്തി വിദേശത്തേക്ക് ജോലിക്ക് പോയി. അതുകൊണ്ട് തന്നെ അമ്മയുടെ സാമീപ്യമില്ലാതെ ചിൽഡ്രൻസ് ഹോമിലും ബന്ധുവീടുകളിലും മാറി മാറിയായിരുന്നു കുട്ടിയുടെ താമസം. ഇത് കുട്ടിയുടെ മാനസിക നിലയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നും പ്രശ്നങ്ങൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ പ്രായത്തിന് ചേരാത്ത തരത്തിലുള്ള കൊലപാതക ആസൂത്രണത്തിലേക്ക് നയിച്ച നിർണായക ഘടകമായിട്ടുണ്ടാകാമെന്നുമാണ് പോലീസിന്റെ നിഗമനം. കുടുംബത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പെൺകുട്ടി പോലീസുകാർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. കുടുംബത്തിലെ സാഹചര്യങ്ങളും മുത്തശ്ശനോട് വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടായിരുന്നതും കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പ്രേരണയായി. മുത്തശ്ശൻ തന്റെ കാര്യങ്ങളിൽ അമിതമായി ഇടപെട്ടതും ആൺസുഹൃത്തുക്കളുമായുള്ള സൗഹൃദം വിലക്കിയതും ഈ വൈരാഗ്യം ഇരട്ടിച്ചു. വീട്ടിൽ രാത്രി വൈകി എത്തുന്നതും അമിതമായ ഫോൺ ഉപയോഗവും ശിവൻകുട്ടി എതിർത്തു, ചോദ്യം ചെയ്തു. ഇത് പക ആളിക്കത്തിക്കാൻ കാരണമായി. ഈ പക ഒടുക്കുന്നതിനാണ് കാമുകന്റെയും സുഹൃത്തുക്കളുടെയും സഹായം തേടിയതും കൊലപാതകം ആസൂത്രണം ചെയ്തതും. മുത്തശ്ശനോടുള്ള പക തീർക്കാനും സ്വന്തം ആഗ്രഹം നടപ്പിലാക്കാനുമാണ് മോഷണവും കൊലപാതകവും ആസൂത്രണം ചെയ്തത്. അമിത നിയന്ത്രണവും വിലക്കുകളും മുത്തശ്ശനെ കൊലപ്പെടുത്താൻ കാരണമാക്കി. ആഡംബര ജീവിതം എന്ന ആഗ്രഹം പൂർത്തീകരണത്തിനാണ് മോഷണം ആസൂത്രണം ചെയ്തത്. ഐഫോണും ബൈക്കും വാങ്ങാനായിരുന്നു മോഷണം. പക്ഷേ ഇതെല്ലാം സമ്മതിക്കുമ്പോഴും പെൺകുട്ടിക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധവും അലട്ടിയിരുന്നില്ല എന്ന് പോലീസുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ചെറുപ്രായത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയതിന്റെ ഒരു ഭാവഭേദവും പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായ ആ 3 ആൺകുട്ടികളിലും കാണാനുണ്ടായിരുന്നില്ല. ഇതിനേക്കാളേറെ അത്ഭുതപ്പെടുത്തുന്നതും പോലീസുകാരെ അമ്പരപ്പിക്കുന്നതും പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നുള്ളതടക്കം പ്രതികൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു എന്നതാണ്. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നൽകേണ്ട മറുപടി അടക്കം കൃത്യമായി തയ്യാറാക്കിയ കൗമാര കൊലയാളി സംഘത്തിന്റെ ക്രിമിനൽ ബുദ്ധി അമ്പരപ്പിക്കുന്നതാണ്. 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് 3 ആൺകുട്ടികളെയും പ്രത്യേക അന്വേഷണ സംഘം ഒരേ സമയം പിടികൂടിയത്. പരസ്പരം ആശയവിനിമയത്തിന് ഇവർക്ക് സമയം ലഭിച്ചിരുന്നില്ല. എന്നിട്ടും 3 പേരും ചോദ്യങ്ങൾക്ക് ഒരേ ഉത്തരം നൽകിയതിൽ കൊലപാതകം ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ പിടിക്കപ്പെട്ടാൽ പറയേണ്ട ഉത്തരങ്ങളും അവർ തയ്യാറാക്കിയിരുന്നുവെന്നാണ് അനുമാനിക്കേണ്ടത്. മുത്തശ്ശൻ ബാഡ് ടച്ച് ചെയ്തതിനുള്ള പ്രതികാരമാണ് കൊലയെന്നായിരുന്നു കൗമാരക്കാരിയുടെ ആദ്യത്തെ മൊഴി. എന്നാൽ ഈ ഉത്തരം പ്രതീക്ഷിച്ചിരുന്നതുപോലെ അന്വേഷണ സംഘം അത് വിശ്വാസത്തിലെടുക്കാതെ തള്ളി. മാത്രമല്ല, വിശദമായി ചോദ്യം ചെയ്യലിൽ മൊബൈൽ ഉപയോഗവും സൗഹൃദങ്ങളും വിലക്കിയതിന് മുത്തശ്ശനോട് പകയുണ്ടായിരുന്നുവെന്നും പോലീസ് കൗമാരക്കാരിയുടെ മൊഴിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. ഇതോടെ കഥ മറ്റൊന്നായി. പോലീസിനെ വഴിതെറ്റിക്കാൻ തന്റെ അച്ഛൻ അഥവാ ശിവൻകുട്ടിയുടെ മകളുടെ ആദ്യ ഭർത്താവാണ് കൊലയ്ക്ക് പിന്നിലെന്ന തരത്തിൽ പെൺകുട്ടി കഥ മെനഞ്ഞു. തന്റെ അച്ഛനും മുത്തശ്ശനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പെൺകുട്ടി ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷേ പോലീസ് പെൺകുട്ടിയും ആൺസുഹൃത്തുക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റുകളും അടക്കമുള്ള തെളിവുകൾ നിരത്തിയതോടെ പെൺകുട്ടിക്ക് പിന്നീട് പിടിച്ചു നിൽക്കാനായില്ല. അതേസമയം മറുവശത്ത് കൊലപാതകം നടപ്പാക്കിയ ആൺകുട്ടികൾ 3 ഒരേ കഥയാണ് പറയുന്നത്. ആൺകുട്ടികളുടെ കഥ ഇങ്ങനെയാണ്. അതായത്, തങ്ങളുടെ സുഹൃത്തായ ഈ 13കാരി പെൺകുട്ടിക്ക് വയറിൽ ഒരു മുഴയുണ്ട്. ഇതിന്റെ ശസ്ത്രക്രിയയ്ക്ക് പണം നൽകാനാണ് ഹരിപ്പാട് എത്തിയത്. അതിനുവേണ്ടിയാണ് പെൺകുട്ടി വീട്ടിലേക്കുള്ള ലൊക്കേഷൻ അയച്ചു തന്നതും വീഡിയോ കോൾ ചെയ്തതും. പണം നൽകി മടങ്ങിയതല്ലാതെ കൊലപാതകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇതായിരുന്നു ആൺകുട്ടികളുടെ മൊഴി.
15 രാത്രി കൊല നടത്തി 16 പുലർച്ചെ പ്രതികൾ സ്വന്തം നാടായ പരവൂരിലെത്തി. മോഷ്ടിച്ച ആഭരണങ്ങളിൽ ഒരു മാല വിൽക്കാൻ കല്ലുങ്കുന്ന് സ്വദേശിയായ സുഹൃത്തിനെ ഏൽപ്പിച്ചു. ഇതേ ദിവസം തന്നെയാണ് ഈ സുഹൃത്തിനൊപ്പം കാമുകിയായ 19കാരി വീട് വിട്ടിറങ്ങിയത്. ഈ കേസിൽ സുഹൃത്തിനൊപ്പം പാരിപ്പള്ളി സ്റ്റേഷനിൽ എത്തിയപ്പോഴും ഒരു കൊലപാതകം ചെയ്തു വരുന്നതിന്റെ ഒരു ഭാവഭേദവും ഇല്ലാതെയായിരുന്നു ഈ കൗമാര കുറ്റവാളികളുടെ പെരുമാറ്റം. മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. ആദ്യത്തെ 2 പദ്ധതികൾ പാളിപ്പോയതോടെയാണ് മൂന്നാമത്തെ പദ്ധതിയായി വീട്ടിൽ നേരിട്ടെത്തി കൊല നടത്താൻ തീരുമാനിച്ചത്. ഇതിനായി അമ്മയെ പ്രസവത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയം വീട്ടിൽ ശിവൻകുട്ടി ഒറ്റയ്ക്കായിരിക്കുമെന്ന് മനസ്സിലാക്കി ആ ദിവസം കൊല നടത്താൻ പ്ലാൻ ചെയ്തു. ആദ്യം വിഷം നൽകി കൊല്ലാൻ ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല. ഇതോടെ വാഹനാപകടത്തിൽപ്പെടുത്താൻ ആസൂത്രണം ചെയ്തു. ഇതിനായി കരുനാഗപ്പള്ളിയിലെ കൊട്ടേഷൻ സംഘത്തെ സമീപിച്ചുവെങ്കിലും അവർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്നീടാണ് നേരിട്ടെത്തി കൊല നടത്തുന്ന രീതി ആസൂത്രണം ചെയ്തത്. കൊലപാതകത്തിന്റെ സങ്കീർണതകൾ ഒഴിവാക്കാൻ മുകളിൽ നിന്ന് കല്ല് തലക്കിട്ട് കൊല്ലാനായിരുന്നു ആദ്യത്തെ തീരുമാനം. ഇതിനായി വീടിന് മുകളിൽ കയറി ഓടിളക്കി നോക്കിയെങ്കിലും മച്ച് തടസ്സമായി. മച്ചില്ലാത്ത ഭാഗത്ത് ഇറങ്ങാനും സാധിച്ചില്ല. ഇതോടെ ഈ പദ്ധതിയും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ശുചിമുറിയുടെ വെന്റിലേഷന്റെ കാര്യം പെൺകുട്ടി തന്നെ വാട്സപ്പിലൂടെ പറഞ്ഞുകൊടുത്തത്. അങ്ങനെയാണ് വെന്റിലേഷൻ വഴി അകത്തു കടന്ന് കൃത്യം നിർവഹിക്കുന്നത്. 2017 AR മുരുകദോസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് സിനിമയിലെ വില്ലനാണ് കല്ല് തലക്കിടുന്ന കൊലപാതക രീതി തെരഞ്ഞെടുക്കാൻ പ്രതികൾക്ക് പ്രചോദനമായത്. മറ്റുള്ളവരുടെ വേദനാജനകമായ മരണവും ബന്ധുക്കളുടെ കരച്ചിലും കണ്ടു രസിക്കുന്ന സുഡലൈ എന്ന ക്രൂരനായ വില്ലൻ കഥാപാത്രത്തിന്റെ സൈക്കോ മനോഭാവവും കൊലപാതക രീതികളുമാണ് തങ്ങളെ സ്വാധീനിച്ചത് എന്ന് പ്രതികളും മൊഴി നൽകി. സിനിമയുടെ അവസാന ഭാഗത്ത് നഗരത്തിന് മുകളിൽ നിന്ന് കൂറ്റൻ പാറക്കല്ലുകൾ ഉരുട്ടിവിട്ട് ആളുകളെ കൊലപ്പെടുത്താൻ വില്ലൻ ശ്രമിക്കുന്ന രംഗമാണ് പ്രതികളും ആസൂത്രണം ചെയ്തത്. കേസിന്റെ തുടക്കത്തിൽ തന്നെ കൊലപാതകത്തിൽ സിനിമയ്ക്കുള്ള സ്വാധീനത്തെക്കുറിച്ച് ആലപ്പുഴ SP തോന്നിയ സംശയം ശരിവെക്കുന്ന തരത്തിലാണ് പ്രതികളുടെ മൊഴികൾ. സിനിമയിലെ വില്ലനെ പോലെ പിടിക്കപ്പെടില്ല എന്ന അമിത ആത്മവിശ്വാസത്തിൽ വാട്സാപ്പ് ചാറ്റുകൾ മായ്ച്ചു കളയാതിരുന്നതാണ് പ്രതികൾക്ക് കുരുക്കായി മാറിയത്. വീടിന്റെ ലൊക്കേഷൻ അടക്കം അയച്ചു കൊടുത്ത ഫോൺ രേഖകളും +1 വിദ്യാർത്ഥിയുടെ ചാറ്റുകളും കേസിൽ നിർണായക തെളിവുകളാണ്. കേസിൽ പ്രതികൾക്കെതിരെ സകല പഴുതും അടച്ചുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. കുട്ടിക്കുറ്റവാളികളെ മുതിർന്നവരായി പരിഗണിച്ച് വിചാരണ നടത്തണമെന്ന് പോലീസ് ജുനൈൽ ജസ്റ്റിസ് ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ ജുനൈൽ ജസ്റ്റിസ് ബോർഡിന് നൽകിയിട്ടുള്ളത്. 16നും 18നും ഇടയിൽ പ്രായമുള്ളവർ കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താൽ മുതിർന്ന കുറ്റവാളികളായി പരിഗണിച്ച് നടപടി സ്വീകരിക്കാനുള്ള നിയമമുണ്ട്. ഈ നിയമമനുസരിച്ച് ഇവരെയും മുതിർന്ന കുറ്റവാളികളായി പരിഗണിക്കണമെന്നും അത്രമേൽ ഗൗരവതരമായ കുറ്റമാണ് ഇവർ ചെയ്തത് എന്നുമാണ് പോലീസിന്റെ വാദം. കുട്ടികളുടെ മാനസിക നില പരിശോധിച്ച ശേഷം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. പ്രതികൾ ലഹരിക്ക് അടിമകളാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവ സമയം പ്രതികൾ രാസലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസിന് സംശയമുണ്ട്. ഇതെല്ലാം തെളിയിക്കാൻ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ആവശ്യമാണ് എന്ന് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ അറിയിക്കും. ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്ന കൊലപാതകത്തിൽ വിവരമറിഞ്ഞ് 24 മണിക്കൂറിനകം പ്രതികളെ പിടികൂടാനായത് പോലീസിന്റെ സൽപ്പേര് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. കുട്ടികളിലെ അമിത മൊബൈൽ ഫോൺ ഉപയോഗമാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവത്തിന് പിന്നിലെന്നാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ് പറഞ്ഞത്. ഈ സംഭവത്തിൽ തന്നെ ആ പെൺകുട്ടി നൽകിയ മൊഴി മുത്തശ്ശൻ ബാഡ് ടച്ച് ചെയ്തു എന്നാണ്. പക്ഷേ ആ മൊഴി അത്ര വിശ്വാസയോഗ്യമല്ല എന്നാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ് പറയുന്നത്. കാരണം ആ കൗമാരക്കാരായ പ്രതികൾ ആ പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് മുത്തശ്ശൻ്റെ മണ്ടയ്ക്ക് വെച്ച് കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോ ഒരിക്കൽ കൂടി കാണിക്കുന്നു. കരുവാറ്റയിലെ 13 വയസ്സുകാരിയുടെ കൊട്ടേഷൻ അനുസരിച്ച് ആ കുട്ടിയുടെ വല്യപ്പനെ കൊന്ന സംഭവം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അത് വാച്ച് ചെയ്യുകയും അതേപ്പറ്റി പഠിക്കുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. കാരണം നമ്മുടെ വീട്ടിലെ 13 വയസ്സുള്ള ഒരു കുട്ടി ആണ് ഇത്ര വലിയൊരു ക്രൈം പ്ലാൻ ചെയ്തത്. ആ മൈനറായ 3 സുഹൃത്തുക്കൾ വന്ന് സിനിമയിലും വലിയ കൊലപാതകമൊക്കെ കണ്ടു പഠിച്ച ആ കുട്ടികളുടെ മനസ്സിൽ കണ്ട പോലെ അവർ പ്രവർത്തിച്ചു. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ക്രൈം ചെയ്യാനുള്ള
ആ പ്രവണത കൂടിക്കൂടി വരുന്നത്. സോഷ്യൽ മീഡിയയുടെ ആധിക്യം തന്നെ യാതൊരു സംശയമില്ല. സോഷ്യൽ മീഡിയയിലെ എല്ലാ വിവരങ്ങളും വലിയ മുതിർന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികൾക്കറിയാം. കാരണം നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാതെ സ്കൂളുകളിലെ പഠനം നടക്കുന്നില്ല. അവർ ഹോംവർക്ക് ഇടുന്നതെല്ലാം മൊബൈലിൽ കൂടെയാണ്. അത് തന്നെയല്ല, 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇപ്പോൾ വിവരങ്ങൾ അറിയുന്നതും എല്ലാം മൊബൈൽ കൂടെയാണ്. 2-2.5 വയസ്സുള്ള ഒരു കുട്ടി വീട്ടിൽ കിടന്ന് കരഞ്ഞാൽ അമ്മ ജോലി തിരക്ക്, അല്ലെ ജോലിക്ക് പോകണം, വീട്ടിൽ വല്യമ്മ മാത്രമേ കാണുകയുള്ളൂ. കുട്ടിക്ക് ആ പായി കിടന്ന് കാലും കൈയിട്ടടിച്ച് മലന്ന് കിടന്ന് കുട്ടി കരയുമ്പോൾ ഈ മൊബൈൽ, ഒരു ഫോണില്ലാത്ത ഒരു നൃത്തം, ഒരു പാട്ട് വെച്ച് ഓണാക്കി കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്താൽ എത്ര നേരം വേണമെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾ അഡിക്റ്റഡ് ആണ് ഫോണിന്. അങ്ങനെയാണ് കേരളത്തിലുള്ള അധികം കെയർ കിട്ടാത്ത കുട്ടികളുടെ അവസ്ഥ അതാണ്. ഇപ്പം ഈ കുട്ടി 13 വയസ്സുകാരി ഇപ്പം പോലീസിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. ആദ്യമായിട്ട് 2-3 ദിവസം അവൾ പിടിച്ചു നിന്നു. അവൾ ചെയ്ത ക്രൈമിൻ്റെ എന്താണ് ആ ഗ്രാവിറ്റി എന്ന് കുട്ടിക്ക് അറിയില്ല. പക്ഷെ ക്രൈം നന്നായിട്ട് ചെയ്യാൻ അറിയാം. അത് സോഷ്യൽ മീഡിയയിലും ടി വിയിലും സിനിമയിലൊക്കെ കണ്ട് ധാരാളം പഠിച്ചിട്ടുണ്ട്. അത് ചെയ്താലുള്ള ഗുണം എന്താണ്? സാമ്പത്തിക ലാഭം മാത്രമാണ് ആ കുട്ടി നോക്കിയത്, പഠിച്ചത്. പക്ഷേ അതിന് ജയിൽ ശിക്ഷ കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ടുള്ള ജീവിതം അപകടത്തിലാവും എന്ന കുട്ടിക്ക് അറിയില്ല. കുട്ടികൾ പറയുന്നതൊന്നും നമ്മൾ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം പഠിപ്പിക്കുന്നത്. കാരണം ധാരാളം സംഭവങ്ങൾ കുട്ടികൾക്ക് ഇമാജിനേഷൻ, ഭാവന കൂടുതലാണ്. അതനുസരിച്ച് ഒരു ചക്ക ഒരു മാവിൽ കിടക്കുന്നുണ്ടെങ്കിൽ 10 ചക്ക കണ്ടെന്ന് പറയും. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ്, ബുദ്ധി മാതാപിതാക്കൾക്കും പോലീസിനും അതുപോലെ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഉപ്പുതറയിലെ ഒരു പിതാവ് 18 മാസം ജയിലിൽ കിടന്നു. മകൾക്ക് മൈനറായിപ്പം മുതലൊരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അതിൽ പിതാവ് തടസ്സം നിന്നു. ആ മേജറായ പയ്യൻ്റെ അഡ്വൈസ് ആ പെൺകുട്ടി കേട്ടു. പിതാവ് ആ കൊച്ചിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വ്യാജ പരാതി പോലീസിന് കൊടുത്തു. ആ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അവരെ വേറെ വസതിയിലേക്ക് മാറ്റി. അതിനുശേഷം ആ കുട്ടി പ്രായപൂർത്തിയായപ്പം ആ പയ്യൻ്റെ കൂടെ ഇറങ്ങി സ്ഥലം വിട്ടു. പിതാവിന് ഈ പയ്യനുമായിട്ട് ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നത്, വരുന്നത് എതിർപ്പായതുകൊണ്ട് അത് എതിർത്ത് സംസാരിച്ച് പിതാവിനെ ഒതുക്കാൻ ആ പയ്യനൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തത്. അവന് മെച്യൂരിറ്റി ഇല്ലാത്ത പയ്യനാണ്. പിതാവ് മോശമായി കുട്ടിയുടെ അടുത്ത് പെരുമാറി. ആ കുട്ടിയുടെ ദേഹത്ത് സ്പർശിച്ചു മോശമായ രീതിയിൽ. അത് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ ആ പരാതി ചെല്ലുകയും അധികമൊന്നും ആലോചിക്കാതെ പിതാവിനെ അകത്താക്കി 18 മാസം റിമാൻഡിൽ കടന്നു. കോടതിയിലെ ട്രയൽ നടത്തിയപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ കോടതിക്ക് മനസ്സിലായ അയാളെ വെറുതെ വിട്ടു. പിതാവ് കരഞ്ഞുകൊണ്ട് സബ് ജയിലിൽ കിടന്നു. തണുപ്പത്ത് പീരുമേട് സബ് ജയിലിൽ ഏകദേശം 1.5 വർഷം കിടന്നു റിമാൻഡിൽ. ആ വീട്ടിലും ഇപ്പോഴും കരഞ്ഞ് കണ്ണീർ വാർത്തുന്ന പിതാവും ഇടയൊരു സഹോദരനും അമ്മയും. അതാണ് അവസ്ഥ. നമ്മൾ കായംകുളത്ത് കണ്ടു. അവിടെ ഒരു കുട്ടി ഒരു പയ്യനുമായിട്ട് അടുപ്പം സ്കൂളിൽ അത് പിടിക്കപ്പെട്ടു. അന്നേരം പറഞ്ഞു കൊടുത്തു ആ പയ്യൻ, അത് ഞാനല്ല നിന്നെ പിടിപ്പിച്ചത്, ഞാനല്ല നിന്നെ കൈകാര്യം ചെയ്തത്, നിന്നെ പിടിപ്പിച്ചത് ആ സ്കൂളിലെ 17 വയസ്സുള്ള ഒരു റിട്ടയർ ചെയ്ത വാച്ച്മാൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കടന്നു ഏകദേശം 10-18 മാസം. ആ കോടതിയിലെ വിസ്താര സമയത്താണ് കൊച്ച് സത്യം തുറന്ന് പറയുന്നത്. അപ്പം കുട്ടികൾ, ഇത് ഞാൻ 2 കേസുകൾ എടുത്ത് പറയാൻ കാരണം, കുട്ടികൾ ഭാവനയിൽ സഞ്ചരിക്കുന്നവരാണ്. അവർ പറയുന്നതൊക്കെ
നമുക്ക് വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ അവരോട് നമുക്ക് ഒരഭിപ്രായം പറയാം. പക്ഷേ അത് വിശ്വസിക്കരുത്. പല സംഭവങ്ങളും അവർ കൂട്ടി പറയും. എക്സാജറേഷൻ അല്പം ചേർക്കും. പൊടിപ്പും തൊങ്ങലും വെച്ച് പറയും. അയൽവക്കംകാർ അവിടെ ഒന്നൊന്ന് നോക്കിയെന്ന് കഴിഞ്ഞാൽ നോക്കി കുറച്ച് ചീത്തയും കൂടെ പറഞ്ഞെന്ന് പറയും. ഇതൊക്കെ നമ്മൾ മുതിർന്നവർ മനസ്സിലാക്കണം. ധാരാളം സംഭവങ്ങൾ ഞാൻ ഈ രീതിയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പക്വതയില്ലാത്ത കുട്ടികൾ, പ്രത്യേകിച്ച് 18 വയസ്സുള്ള കുട്ടികൾ പറയുന്നത് അത് അതേ രീതിയിൽ നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ട. ശരി, അത് കുട്ടികളുടെ അടുത്ത് അവർക്ക് ഡിസ്പ്രഷർ ഉണ്ടാകുന്ന അവരെ പിന്തിരിപ്പിക്കേണ്ട പറയട്ടെ. പക്ഷെ അതനുസരിച്ച് ചാടിക്കേറി നമ്മൾ പ്രവർത്തിക്കരുത്. എല്ലാം ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം.